മലയാള സിനിമാ ലോകത്തേക്ക് തിരികെത്തുന്ന മമ്മൂട്ടിയുമായി എല്ലാ ദിവസവും സംസാരിച്ചിരുന്നുവെന്ന് നടൻ VK ശ്രീരാമൻ 24 പറഞ്ഞു. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് വിളിക്കുക. ഇന്ന് വന്ന വിളിയും അങ്ങനെ തന്നെയായിരുന്നു. അവസാന ടെസ്റ്റും പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് വലിയ ആശ്വാസമെന്നും VK ശ്രീരാമൻ പറഞ്ഞു. മമ്മൂട്ടി തിരികെ എത്തിയതിന്റെ സന്തോഷം പങ്കുവച്ച് VK ശ്രീരാമൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഏറെ ആരാധക ശ്രദ്ധ നേടിയിരുന്നു. മലയാളത്തിന് സ്വന്തം മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്നു എന്ന് അറിഞ്ഞതോടുകൂടി വലിയ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് ആരാധകരും കേരളീയ സമൂഹവും അടങ്ങും. ഇതിനകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു നടൻ VK ശ്രീരാമൻ്റെത്. മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ചറിയിക്കുന്നതായിട്ടൊരു പോസ്റ്റ്. അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് നേരിട്ട് വിളിച്ചറിയിക്കുകയായിരുന്നു VK ശ്രീരാമനെ. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് അങ്ങേയറ്റം ഹൃദയസ്പർശിയായിരുന്നു. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ്. എന്തായാലും നടൻ VK ശ്രീരാമൻ 24നോടൊപ്പം ചേരുകയാണ്. അങ്ങേയറ്റം ഹൃദയസ്പർശിയായ ഒരു പോസ്റ്റ്. 7 മാസത്തിന് ശേഷം നമുക്ക് തിരിച്ചതെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ആരാധകർ അതിനെ നോക്കിക്കാണുന്നത്. ആ സമയത്ത് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എന്തായിരുന്നു പറഞ്ഞത്? വിളിക്കാൻ ഇപ്പോൾ ഈ അസുഖത്തെ തുടർന്നിട്ടുള്ള ഈ സമയങ്ങളിലൊക്കെ മിക്കവാറും മൂപ്പരൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ സംസാരിക്കും. എന്നിട്ട് പിന്നെ കുറേ ചിലപ്പോൾ സൈലൻസൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഒരു സങ്കടമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഈ രോഗത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല അധികം പറയാം. ഈ പുറത്ത് എപ്പോഴാണ് വരികയെന്ന് ഞാൻ ഇങ്ങനെ എപ്പോൾ ഫോൺ ചെയ്താലും, അങ്ങോട്ട് ഫോൺ ചെയ്താലും ഇങ്ങോട്ട് ഫോൺ ചെയ്താലും ഒക്കെ ചോദിക്കും. അപ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണത്, ഇവിടെ ഒരു ടെസ്റ്റും കൂടിയും പാസ്സാവേണ്ടത്. അപ്പോൾ ഇന്ന് പക്ഷേ ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിടാ ആ ടെസ്റ്റും പാസ്സായി എന്ന് പറഞ്ഞു. ടെസ്റ്റായിരുന്നു ഇത്. അതാണ് ഫൈനൽ. പൂർണ്ണമായിട്ട് രോഗവിമുക്തനാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട് ആത്മവിശ്വാസം ഇല്ലാണ്ട് സംസാരിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത് രോഗത്തിൻ്റെ വിവരം പറയില്ല, സംസാരിച്ചാൽ ഇതുപോലെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയും. അതുപോലെ ഒരു വിളിയാണ് ഞാനിപ്പോൾ ഇന്നും പ്രതീക്ഷിച്ചത്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടെസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഇന്നാണെന്നുള്ളത് അറിയില്ല. അതെനിക്കൊരു ഭയങ്കര അത്ഭുതം, ഒരു സന്തോഷം ഒക്കെ വരില്ല. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമായി. കാരണം പൂർണ്ണമായിട്ട് രോഗവിമുക്തനായി എന്ന് അങ്ങേര് തന്നെ പറയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.